നമസ്കാരം. കണ്ണൂരിലെ പെട്രോൾ പമ്പ് വിവാദത്തിൽ ഏറെ ചർച്ചയായത് പമ്പ് ലൈസൻസ് നേടിയെടുത്ത പ്രശാന്തന് പിന്നിൽ ആര് എന്നാണ്. ശ്രീകണ്ഠാപുരത്തെ ഒരു പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിനെടുത്തതും പിന്നാലെ പമ്പിന് ലൈസൻസിന് അപേക്ഷ നൽകി അത് നേടിയെടുക്കുകയും ചെയ്തത് പ്രശാന്തനായിരുന്നു. ഈ പ്രശാന്തന്റെ ജോലിയാകട്ടെ പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരൻ എന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രശാന്തന് പിന്നിൽ ബിനാമികളുണ്ടെന്ന ആക്ഷേപം നേരത്തെ മുതൽ ഉയർന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും ഇടപെടലുണ്ടായത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രശാന്തനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല. കള്ള ഒപ്പുകൾ അടക്കം തയ്യാറാക്കിയെന്ന വിവാദങ്ങളടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രശാന്തന് സംരക്ഷണം ഒരുക്കാൻ വലിയൊരു സംഘം തന്നെയുണ്ടെന്ന സംശയങ്ങൾ ബലപ്പെട്ടു നിൽക്കുകയാണ്. ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പോലും പ്രശാന്തന് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നത്. പ്രശാന്തന് പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെല്ലാം ശേഷം ഇപ്പോഴിതാ പ്രശാന്തന് പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ യാതൊരു കുഴപ്പങ്ങളുമില്ലെന്നും മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചെന്നുമാണ് പൊതുമേഖലാ പെട്രോളിയം കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. കണ്ണൂർ സ്വദേശി ശ്രീവിജയൻ നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് പ്രശാന്തന് പെട്രോൾ പമ്പ് അനുവദിച്ചതെന്ന് വ്യക്തമാക്കിയത്. എന്നാൽ വിവാദത്തിൽ കൈക്കൂലി ആരോപണം അടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലും പുനഃപരിശോധനയ്ക്ക് പെട്രോളിയം കമ്പനി തയ്യാറായില്ല. മാത്രമല്ല, സർക്കാരിൽ ജോലിയുള്ള ആളാണെങ്കിൽ പമ്പ് അനുവദിക്കാൻ സാധിക്കില്ലെന്നാണ് ചട്ടം. ഈ ചട്ടങ്ങളൊന്നും പ്രശാന്തന്റെ കാര്യത്തിൽ മുഖവിലക്കെടുത്തില്ലെന്നത് വ്യക്തമാണ്. ഇതോടെ പ്രശാന്തന് ഉന്നതങ്ങളിൽ പിടിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. പെട്രോൾ പമ്പിന്റെ ലൈസൻസ് വിഷയത്തിൽ അടൂർ പ്രകാശ് ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിൽ മറുപടി നൽകിയത്. വിഷയത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും യുക്തമായ നടപടി സ്വീകരിക്കുന്നതിന് പരാതി കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. കോൺഗ്രസ് അംഗം അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത്. പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. ADMന്റെ മരണത്തിനിടയാക്കിയ പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത്. പമ്പുകളുടെ തെരഞ്ഞെടുപ്പും അത് റദ്ദാക്കലും എല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളാണ്. ശ്രീകണ്ഠാപുരം ചേരാൻമൂലയിൽ പമ്പ് അനുവദിക്കുന്നതിന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർ NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. പരാതികൾ സംസ്ഥാന സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടതായതിനാൽ നടപടി സ്വീകരിക്കുന്നതിന് കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഭാരത് പെട്രോളിയത്തിൽ നിന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പമ്പ് ലൈസൻസ് അനുവദിച്ചത് എന്ന മറുപടി ലഭിച്ചതോടെ ഈ വിഷയത്തിൽ ഇനി പ്രശാന്തനെതിരെ കാര്യമായ നടപടി ഉണ്ടാകാനില്ല എന്നാണ് സൂചനകൾ. മറുപടിയിൽ പ്രശാന്തൻ എന്ന് പറഞ്ഞാണ് ഭാരത് പെട്രോളിയം ടെറിട്ടറി മാനേജർ മറുപടി നൽകിയത്. ഇത് പ്രശാന്തിന്റെ ഇഷ്ടക്കാർ പെട്രോളിയം കമ്പനിയിലും ഉണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ്. അതേസമയം ഈ വിഷയത്തിൽ TV പ്രശാന്തനെതിരെ ആരോഗ്യവകുപ്പ് സസ്പെൻഷൻ നടപടി മാത്രമാണ് കൈക്കൊണ്ടിരുന്നത്. സ്വകാര്യ ബിസിനസ് സർവീസ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തത്. വിവാദമായ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ആളായ പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ്. പുറത്താക്കിയതിന് പിന്നാലെ പ്രശാന്തനെതിരെ പോലീസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നെങ്കിലും കാര്യമായ നടപടികളൊന്നും പ്രശാന്തനെതിരെ ഉണ്ടായിട്ടില്ല. പ്രശാന്തന് ഒപ്പുകളിൽ അടക്കം വൈരുദ്ധ്യങ്ങൾ നേരത്തെ പ്രകടമായിരുന്നു. തനിക്ക് 2 ഒപ്പുകളുണ്ടെന്നും രണ്ടും തൻ്റേതാണെന്നും പ്രശാന്തൻ പോലീസിനോട് പറയുകയായിരുന്നു.